ഈസ്റ്റ് ലൈവ് ഇമ്പാക്ട് എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ചാത്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വാഹന ക്വട്ടേഷൻ റദ്ദ് ചെയ്തു. എടവണ്ണ പഞ്ചായത്തിൽ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് റദ്ദ് ചെയ്തതായി അറിയിച്ചത്. ഭരണസമിതിയുടെ മുഴുവൻ ക്വട്ടേഷനുകളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് UDF അംഗങ്ങൾ പറഞ്ഞു. ചാത്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിച്ച ക്വട്ടേഷൻ പ്രകാരം സമർപ്പിച്ച 3 വാഹനങ്ങളുടെയും നമ്പറുകൾ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് തുറന്നുകാട്ടിയ വാർത്ത പുറത്തുവന്നതോടെ വിഷയം വലിയ തോതിലുള്ള ചർച്ചയാവുകയായിരുന്നു. തുടർന്നാണ് ക്വട്ടേഷൻ പിൻവലിച്ചതായി ഭരണസമിതി യോഗവുമായി ബന്ധപ്പെട്ട് മെമ്പർമാർക്ക് അയച്ച നോട്ടീസിൽ പ്രധാന അജണ്ടയായി സൂചിപ്പിച്ചത്. എന്നാൽ കോറം തികയാത്തതിനാൽ യോഗം മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് ചേർന്ന യോഗത്തിലാണ് റദ്ദ് ചെയ്തതായി അറിയിച്ചത്. യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടി UDF മെമ്പർമാരും പ്രതികരിച്ചിരുന്നു. പഞ്ചായത്തിന്റെ പല ടെൻഡറുകളും വ്യാജമാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് തന്നെ പഞ്ചായത്ത് കുത്തിവയ്പ്പിന് വേണ്ടി ആരോഗ്യ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള ആ പ്രൊജക്ട് നടപ്പാക്കുന്ന ഭാഗമായി ആ ക്വട്ടേഷൻ റദ്ദ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. കാരണം ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് ഭരണകർത്താക്കളും ഇത് അപേക്ഷ വാങ്ങി പരിശോധിച്ച സമയത്ത് ഓട്ടോറിക്ഷൻ്റെ മോട്ടോർ RCയുടെ കൂടെ വെച്ചാലും ക്വട്ടേഷൻ അംഗീകരിച്ചു പോകുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ക്വട്ടേഷൻ കിട്ടിയാലും അതിൻ്റെ നിജസ്ഥിതി അത് ജനൂനാണോ എന്ന് പരിശോധിക്കാൻ തയ്യാറല്ല ഭരണകർത്താക്കൾ. ഇതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അംഗീകരിച്ച ക്വട്ടേഷൻ പിൻവലിക്കേണ്ട ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു വ്യക്തി മാത്രമല്ല, പല ക്വട്ടേഷനുകളും വ്യാജമാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും പഞ്ചായത്ത് UDF മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ്. ഇതുവരെ നടന്ന എല്ലാ ക്വട്ടേഷനുകളുടെയും ഫോറങ്ങളുടെ കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ കൊടുക്കുകയാണ്. ഇത് പരിശോധിച്ച് ഇവിടെ മുമ്പ് നടന്ന ക്വട്ടേഷനുകളൊക്കെ വ്യാജമാണ് എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ അന്വേഷണം നടത്തി വ്യാജമാണെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി UDF മുന്നോട്ട് പോകുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നത് മുതലുള്ള മുഴുവൻ ക്വട്ടേഷനുകളും പുനഃപരിശോധിച്ചു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും UDF മെമ്പർമാർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ് എടവണ്ണ.